ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടില് ഉണ്ടാക്കാവുന്ന ഒരു വെട്ട് കേക്കാണ് ചെയ്യുന്നത്. നമുക്കിനി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മൾ വെട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ 2 കപ്പ് മൈദ ഒരു പാത്രത്തിലോട്ടേക്ക് എടുക്കുക. ഈ 2 കപ്പ് മൈദയിലേക്ക് നമ്മളൊരു 1/2 കപ്പ് റവ കൂടെ ആഡ് ചെയ്യുക. നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന മൈദയും റവയും നമ്മളിപ്പോൾ ഒരു സൈഡിലോട്ട് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന 1 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 4 ഏലക്കായുടെ കുരു എടുത്തിട്ട് അത് നമ്മൾ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മളിനി ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട്. നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാരയിലേക്ക് ഒരു 2 മുട്ട ഇട്ടിട്ട് കൊടുക്കുക. അതിന്റെ കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി 1 നുള്ളു ഉപ്പും അതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ അതിന്റെ കൂടെ ഒരു മുട്ടയുടെ മണം മാറാനായിട്ട് ഒരു മണം മാറാനുള്ള ഭാഗത്തിന് മാത്രം കുറച്ച് വനില എസൻസും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മൾ ഈ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന ഇതെടുത്ത് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദ റവ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒഴിച്ച് ഇതിന്റെ കൂടെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, ഇത് ഓപ്ഷനിലാണ്, നിറം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ശകലം കളറ് ഇതിന്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് 1 മണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതിനെ വെട്ട് കേക്കിന്റെ ഒരു ഷേപ്പിലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തുനിന്നൊരു കുറച്ച് പോർഷൻ എടുത്തിട്ട് അതിനെ ഒന്ന് നീളത്തിൽ ആദ്യം ആക്കി എടുക്കുക ചെയ്യുന്നത്. ഇതൊന്ന് ഉരുട്ടി ചെറിയൊരു ലോങ് ആയിട്ട് നമ്മളൊരു ഇതായിട്ട് എടുക്കുക. എന്നിട്ട് അതിന്റെ മണ്ട ചെറുകെ ഒന്ന് തട്ടി കൊടുത്തു കഴിയുമ്പോൾ ഒരു ചെറിയ സ്ക്വയർ ഷേപ്പ് പോലെ വരും. നമ്മൾ ഇതിന്റെ 2 സൈഡും കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. നമുക്കിത് കുഴയ്ക്കുന്ന സമയത്ത് മാവ് ഒത്തിരി കുഴഞ്ഞായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി മൈദയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ ഇതിലൂടെ കുഴയ്ക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ഇതിനെ ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്ന ഇതിനെ 2 പീസ് ആക്കുക. ഇനി ഇതിനകത്തുനിന്ന് ജസ്റ്റ് മേളില് ഒരു ക്രോസ് ഇട്ട് കൊടുക്കുക. അന്നേരം നമുക്കതൊരു ഫ്ലവർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് ഇട്ട് കൊടുക്കുക. ഇത് 2 എണ്ണത്തിനെ ഇതുപോലെ ക്രോസ് ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അന്നേരം ആ ഒരു വെട്ട് കേക്കിന്റെ കറക്റ്റ് നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഷേപ്പിൽ കിട്ടും. നമുക്കിത് ഇതേ പറ്റി പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ശകലം എണ്ണ തേച്ച്, കത്തിയിൽ എണ്ണ തേച്ച് അത് ഇച്ചിരി നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മളിനി ഇതുപോലെ എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി ഓരോന്നായിട്ട് എടുക്കുക. നമ്മളിപ്പോൾ മാവെല്ലാം കട്ട് ചെയ്ത് വെട്ട് കേക്കിന്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അതിനി നമുക്കിനി എണ്ണയ്ക്കകത്ത് വറുത്ത് കോരിയെടുക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ഒരുവിധം ചൂടായിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെട്ട് കേക്കിനെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ പാൻ ചെറുതായിട്ട് നമുക്ക് ഒത്തിരി ഇടാൻ പറ്റത്തില്ല. നമ്മുടെ എത്ര എണ്ണം നമുക്ക് ഇതിനകത്ത് കൊള്ളുന്നു അതിന്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിനകത്തൊരു 4 എണ്ണം ഇട്ടിട്ടുണ്ട്. 4 എണ്ണം ഇട്ടിട്ട് ഞാൻ അതിന്റെ സ്പേസ് നോക്കിയിട്ടേ ഇടുന്നുള്ളൂ. നമ്മുടെ വെട്ട് കേക്ക് അങ്ങനെ 2 സൈഡും മറിച്ചിട്ട് ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാവുന്ന ഇതിലായിട്ടുണ്ട്. ഞാനിപ്പോ ഇതിനകത്തുനിന്ന് എണ്ണ മാറ്റി ഇത് വാരി എടുക്കുക. വാരി നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഇടുക. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് വേണം അടുത്ത സെറ്റ് നമ്മുടെ വെട്ട് കേക്ക് നമുക്ക് പാത്രത്തിലേക്ക് ഇടാനായിട്ട്. ഇത് ഓരോന്നായിട്ട് ഞാൻ പെയ്യ വാരി എടുക്കുന്നത്, കാരണം എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് എടുക്കുന്നേ. ഇത് ഓരോന്നായിട്ട് വാരി
എല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇത് മുഴുവൻ മാരി ഇപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഈ എണ്ണയ്ക്കകത്ത് തന്നെ വറുത്ത് കോരി എടുക്കണം. അപ്പൊ നമ്മുടെ വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇത്. നമുക്ക് ഈ ഒരു അളവിൽ നമുക്കൊരു 9-10 എണ്ണം കിട്ടി. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് വീട്ടില്. ഇന്നത്തെ ഞങ്ങളുടെ വെട്ട് കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞങ്ങളെ എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം.